ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ FS കുക്കറി വ്ളോഗ്സ്. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോക്ലേറ്റ് മിൽക്ക് ഷേക്കാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ml പാലെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. ഫുൾ ഫാറ്റ് മിൽക്ക് ആണെങ്കിൽ വളരെയധികം നല്ലതാണ് കേട്ടോ, ടേസ്റ്റ് കൂടുവേ. അതിനകത്തൊരു 4-5 ഐസ് ക്യൂബ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ഇട്ടിട്ടുണ്ട്. 1 മുതൽ 1.25 ടേബിൾ സ്പൂൺ വരെ ആകാം, അതിൽ കൂടണ്ടേ. അപ്പോൾ അതിന് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം കുക്കിംഗ് ചോക്ലേറ്റ് ഇല്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കയ്യിലില്ലാത്തവർ ഡയറി മിൽക്കോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഫ്ലേവറിലുള്ള ഐസ്ക്രീമും കൂടെ വേണം, കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാനായിട്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഈ ഗ്ലാസ്സിലാണ് കേട്ടോ സെർവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഗ്ലാസ് എടുക്കുക. അതിൻ്റെ ടോപ്പ് എൻഡിലായിട്ട് ഇതുപോലെ ഒരു ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ അത് ഇതുപോലെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് കയ്യിലില്ലാത്തവർക്കായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഹോട്ട് ചോക്ലേറ്റ് ക്യാപ്പുച്ചിനോ കാണിച്ചപ്പോൾ അതിനകത്ത് ഞാനൊരു സിറപ്പ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ചെയ്തെടുത്താലും മതി, അത് നന്നായിരിക്കും കേട്ടോ, കാണാൻ നല്ല ലുക്കാണ്. പിന്നെ നമ്മൾ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒഴിച്ചു കൊടുത്ത ചോക്ലേറ്റ് സിറപ്പൊക്കെ ഇങ്ങനെ ഒലിച്ചിരിപ്പുണ്ട്. അതിലേക്ക് ഇതുപോലെ വല്ല ഷുഗർ ബോൾസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പല നിറത്തിലുള്ള ഷുഗർ ബോൾസ് ആണെങ്കിൽ കാണാൻ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചുമ്മാ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണേ. അപ്പോൾ ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഗ്ലാസിൻ്റെ അകത്തും കൂടി ഈ സിറപ്പൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്തും കൂടി ഞാൻ ഫുള്ളായിട്ട് സിറപ്പൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രമായിട്ട്. പിന്നെ നമ്മുടെ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഷേക്കും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ കാണാൻ നല്ല ലുക്കായിട്ടില്ലേ? ഇനി ഷേക്കും കൂടെ ഒഴിക്കുമ്പോൾ കുറേയും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാവേ. നമ്മൾ ചോക്ലേറ്റ് ഡെക്കറേഷനൊക്കെ നടത്തിയിട്ട് ഗ്ലാസ് ഇതുപോലെ ഒന്ന് കുത്തി നിർത്തി കൊടുക്കുക. അപ്പോഴേക്കും ആ ചോക്ലേറ്റ് സിറപ്പ് എല്ലായിടവും ഒന്ന് ഒലിച്ചിറങ്ങി അത് തന്നെ ഒരു ഡെക്കറേഷനായിട്ട് മാറും കേട്ടോ. ഇനി കുറച്ച് ചോക്ലേറ്റ് ഞാൻ അരിഞ്ഞിട്ട് ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾ ഷേക്ക് അടിക്കുന്ന സമയത്ത് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇത് അഡീഷണലായിട്ട് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്, ഒരു ലുക്കിന് വേണ്ടിയിട്ട് മാത്രമേ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഷേക്ക് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്കാണ്. ഈ ഒരു സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയൊരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്കാണ് കേട്ടോ. വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം കേട്ടോ. നാടൻ പാലിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് തണുക്കാൻ വയ്ക്കുക. എന്നിട്ട് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയതിന് ശേഷം മാത്രമേ ഇതുപോലത്തെ ഷേക്ക് അടിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ശരിയാവില്ല. അതുകൊണ്ടാണ് കേട്ടോ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.